ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈൻമാൻ എന്ന് പറയുന്ന തസ്തികയുടെ വിശദാംശങ്ങളുമായിട്ടാണ്. നമുക്കറിയാം ഇത് PWDയിലേക്കുള്ള നിയമനമാണ്. അതായത് നമുക്ക് ലൈൻമാൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് KSEBയുടെ ഒക്കെ കാര്യമാണ്. ഇതല്ല, ഇത് PWDയുടെ ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ലൈൻമാൻ എന്ന് പറയുന്ന തസ്തികയിലുള്ള നിയമനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിയമനമാണ്. മറ്റേതൊക്കെ ബോർഡാണ്. ഇത് നിങ്ങൾ ഗവൺമെന്റിന്റെ ഓൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് പൂർണ്ണ അർത്ഥത്തിൽ നിങ്ങൾ നിയമിതരാവുകയാണ്. പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഈ ഒരു തസ്തികയുടെ വിജ്ഞാപനം വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്തവരായിരിക്കും ഏറെ ആൾക്കാരും. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളും എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കാറ്റഗറി നമ്പർ 436/2024 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. പബ്ലിക് വർക്ക് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത്. ഇതിൻ്റെ തസ്തികയുടെ പേര് ലൈൻമാൻ എന്നുള്ളതാണ്. ഇതിൻ്റെ പേ സ്കെയിൽ അത്ര മോശമല്ലാത്ത പേ സ്കെയിലാണ്. 26,500 മുതൽ 60,700 പേ സ്കെയിൽ. എന്തായാലും 10,60,000 ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അത് ചെറിയൊരു തസ്തികയല്ല ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ. സർവോപരി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് കൂടിയായിട്ട് മാറുകയാണ്, ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇതിന്റെ നിയമനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ് വന്നിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് വൈസ് നോട്ടിഫിക്കേഷൻ അല്ല, ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഇതിൽ നിലവിൽ പത്തനംതിട്ടയിലേക്കും കാസർഗോഡിലേക്കും വയനാട്ടിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ പത്തനംതിട്ടയിൽ 3 പേരെയും കാസർഗോട്ടേക്ക് ഒരാളെയും വയനാടേക്ക് 3 പേരെയുമാണ് ഈ ഒരു തസ്തിക പ്രകാരം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ തസ്തികകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് വേക്കൻസി കുറവാണ് എന്നൊന്നും കരുതി ആരും ഇത് അപേക്ഷിക്കാതെ ഒന്നും ഇരിക്കരുത്, പ്രിപ്പയർ ചെയ്യാതെ ഇരിക്കരുത്. കാരണം ഇതൊക്കെ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ പോലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുള്ള തസ്തികയാണ്. ഇനി നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തസ്തിക എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇതാദ്യമായിട്ടായിരിക്കും PWDയിലേക്ക് ഇങ്ങനൊരു തസ്തികയെ പറ്റിയൊക്കെ പൊതുവെ കേൾക്കുന്നത്. അപ്പം ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ഏത് ലെവൽ വരെ എത്താൻ പറ്റും, ആർക്കൊക്കെ അപേക്ഷിക്കാം, ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ITI ഡിഗ്രി കൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഡിപ്ലോമ കൊണ്ട് പറ്റുമോ, BTech കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പം ഈ സംശയങ്ങളൊക്കെ തീർക്കുന്നതിനും പഠനം എങ്ങനെ തുടങ്ങണമെന്നും ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്താലാണ് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ലൈവ് ഇൻട്രാക്ഷൻ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് ഫ്രീ വെബിനാർ ഏണസ്റ്റ് അക്കാഡമി കണ്ടക്ട് ചെയ്യുകയാണ്. ഈ വരുന്ന 11-ാം തീയതി, ഡിസംബർ 11-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് വർഷങ്ങളായിട്ട്, നിരവധി വർഷങ്ങളായിട്ട് എക്സാം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പ്രശാന്ത് സാറാണ്. പ്രശാന്ത് സാർ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കും പരിഹാരം കാണും. അതായത് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് ലൈവായിട്ട് സംശയ നിവാരണം നടത്താൻ പറ്റുന്നതാണ്. നമുക്കറിയാം, പഠിക്കുക എന്നത് മാത്രമല്ല ഒരു ടെസ്റ്റിൽ നിങ്ങളെ റാങ്ക് ഹോൾഡർ ആക്കുന്നത്, മറിച്ച് എങ്ങനെ പഠിക്കുന്നു എന്നൊരു രീതി കൂടി നിങ്ങളെ റാങ്ക് ഹോൾഡർ ആക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വെബിനാർ ലൈവായിട്ട് പങ്കെടുക്കണം. അപ്പോൾ ഈ ലൈവായിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിലബസ് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സാലറി അറിയാൻ പറ്റും, പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും, നിങ്ങൾക്ക് പ്രൊമോഷൻ ഏതുവരെ കിട്ടും, ഏതൊക്കെ ലെവലിൽ നിങ്ങൾ കട്ട് ഓഫിലായിരിക്കും നിങ്ങൾ എത്തപ്പെടേണ്ടത്, നിങ്ങൾ എത്രയൊക്കെ മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ഈ റാങ്കിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ ഉള്ളതിനുള്ളൊരു സൊല്യൂഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങ് എത്തും. PSC പരീക്ഷകളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും നടത്തുന്നത്. അപ്പം അധിക സമയം നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പഠനം തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇപ്പം ഈ കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾ പലർക്കും ഇലക്ട്രിക്കൽ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലർക്കും ജോലി ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ
പഠിക്കാവുന്നതാണ്. മാത്രമല്ല ഏത് സമയത്തും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. കൂടാതെ വാട്സാപ്പ് വഴിയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊണ്ട് നിങ്ങളുടെ 24 മണിക്കൂർ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി എന്ന് വരെ എക്സാം ഉണ്ടോ അന്ന് വരെ നിങ്ങൾക്ക് സപ്പോർട്ടും തരുന്നതായിരിക്കും. ആ രീതിയിൽ നിരവധി ഫീച്ചേഴ്സ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ലൈൻമാൻ എന്ന് പറയുന്നത് PWDയിലേക്ക് കിട്ടാവുന്ന ഒരു നല്ല തസ്തികയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ ആൾക്കാരുടെ ലിസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒന്നാമതെത്താനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്നായി പഠിച്ച് നല്ല വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.